എന്നും ഒരേ രീതിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലെ ചിക്കൻ്റെ കൂടെ ഒരു പിടി തേങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവോളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒരുപാട് സവോളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരൊറ്റ സവോള മാത്രം മതിയാവും. എന്നിട്ടത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു 10 വെളുത്തുള്ളിയും 10 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നല്ലപോലെ ചതച്ചെടുത്തതാണ്. അത് കുറച്ചധികം സമയം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. ഞാനിവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. സവോളയും തക്കാളിയും ഒക്കെ ഇതിലേക്ക് കുറച്ച് മതിയാവും. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഈ ഒരു തക്കാളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ അടച്ച് വെക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും കേട്ടോ തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ. അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെച്ചതായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ സവോള വഴറ്റാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഒരൊറ്റ സവോള മാത്രമല്ലേ ഇടുന്നുള്ളൂ. അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പിടി തേങ്ങ എടുത്താൽ മതി. ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണ മുളക് പൊടി അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല വറുത്തെടുക്കുക. ഒരു ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ മുരുമുര ഒരു സൗണ്ട് വരുന്ന അത്രയും സമയം വറുത്തെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കണം. പൊടിഞ്ഞ് കിട്ടണം. നമ്മൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അരച്ചെടുക്കുകയല്ല കേട്ടോ വേണ്ടത്. വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തേങ്ങയുടെ കൂടെ മസാലപ്പൊടികൾ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്നിട്ട് ഓരോ ചിക്കനിലും മസാലയൊക്കെ പിടിക്കുന്ന പോലെ കുറച്ചധികം സമയം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ആ ഒരു പൊടിച്ചെടുത്ത മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് പൊടി ചേർത്ത് കൊടുക്കുന്ന കൂടെ തന്നെ ചേർത്ത് കൊടുക്കരുത്. നല്ലപോലെ പൊടി മിക്സാക്കി ചിക്കനിലൊക്കെ പിടിച്ച് 5 മിനിറ്റ് വെച്ച ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിൽ നിന്ന് ഇതുപോലെ വെള്ളം വരും. അപ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കുക. ഓരോ 3 മിനിറ്റിലും ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. വെന്ത് വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കുക. ഇതിങ്ങനെ തിള വന്ന് ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തിയിലേക്കൊക്കെ അടിപൊളിയാണ്. പൊറാട്ടയിലേക്കും നെയ്ച്ചോറിലേക്കും ചോറിലേക്കൊക്കെ കിഡിലനാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്